അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, എജു ഹാക്കറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അൽ അദബുൽ അറബി അൽ ഹിന്ദി, ഇൻഡോ അറബ് ലിറ്ററേച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ നോക്കി, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കി, ഇന്ത്യയിലെ അറബി മാഗസിനുകളും അറബി കൈകാര്യം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുമൊക്കെയാണ് കഴിഞ്ഞ ഒന്നാമത്തെ ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ ഉദബാ വശുഅറാ ഫി കേരള, നമ്മളുടെ സ്വന്തം കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുമ്പ് ജീവിച്ചു പോയ അറബി സാഹിത്യകാരന്മാരെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡുകൾ, ഇന്നത്തെ സ്ലൈഡുകൾ ഞാൻ മൊബൈലിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് ഈ സ്ലൈഡ് ഓണാക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഏതായിരുന്നാലും ഞാനത് നിങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. കുറച്ച് മിസ്റ്റേക്കുകൾ അധികം ഈ സ്ലൈഡിൽ വരാൻ സാധ്യതയുണ്ട്. ബ്രാക്കറ്റും കോമയും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക്. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് 5 ആളുകളെയാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, അൽ ഖാദി മുഹമ്മദ്, അൽ ഖാദി ഉമർ, മുഹ്യുദ്ദീൻ ആലുവായി. ഈ 5 ആളുകളാണ് സിലബസിലുള്ളത്. എങ്കിലും കുറച്ചധികം ആളുകളെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഞാനിന്ന് പഠിപ്പിക്കുന്ന ആളുകൾക്കപ്പുറത്തേക്ക് PSCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റായ ആളുകളെ മാത്രം PSC ചോദിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് വലിച്ചു വാരി ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. ഒന്നാമതായിക്കൊണ്ട് നമുക്ക് നോക്കാനുള്ളത് അബൂബക്കർ ശാലിയാത്തിയാണ്. കഴിഞ്ഞ ആ ഒരു സിലബസിൻ്റെ പേജിൽ ഞാൻ അബൂബക്കർ ശാലിയാത്തിയെ പറഞ്ഞിട്ടില്ല. കാരണം സിലബസിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു അറബി സാഹിത്യകാരനാണ് അബൂബക്കർ ശാലിയാത്തി. അപ്പോൾ എക്സ്ട്രാസ് എന്ന ഭാഗത്താണ് നമ്മളത് പറയേണ്ടിയിരുന്നത്. പക്ഷേ അബൂബക്കർ ശാലിയാത്തിയെ അവസാനം പഠിച്ചാൽ നമ്മളുടെ പല ഉദ്ദേശങ്ങളും നടക്കില്ല. ആദ്യം തന്നെ പഠിക്കണം. അതുകൊണ്ടാണ്, കാരണം കേരളത്തിലെ അറബി സാഹിത്യകാരന്മാരുടെ ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് അബൂബക്കർ ശാലിയാത്തിയെ ഞാൻ ആദ്യം പറയുന്നത്. അബൂബക്കർ ശാലിയാത്തി 1429 ജനിക്കുകയും 1480 മരണപ്പെട്ടു പോവുകയും ചെയ്ത അറബി കവിയാണ്. ആ പേര് നോക്കൂ നിങ്ങൾ, അബൂബക്കർ ശാലിയാത്തി. ചാലിയം എന്ന് പറയുന്ന കോഴിക്കോട് ഫറോക്കിലെ ഒരു സ്ഥലമാണ് ചാലിയം. നമുക്കൊക്കെ അറിയാം. നമ്മൾ ചാലിയത്തൊക്കെ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. അവിടുത്തെ പുലിമുട്ടിലൂടെയൊക്കെ ഒരുപാട് നടന്ന ആളുകളായിരിക്കും നമ്മൾ. അപ്പോൾ അബൂബക്കർ ശാലിയാത്തിയാണ് നമുക്ക് നോക്കേണ്ടത്. ഉലിദ ഫി ചാലിയം, അദ്ദേഹം കോഴിക്കോട്ടെ ചാലിയത്താണ് ജനിച്ചത്. കാന ഫി സിൽസിലത്തി മാലിക് ബിൻ ദിനാർ, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനാണ് മാലിക് ബിൻ ദിനാർ. ഹുവ അവ്വലു ഷാഇറുൻ അറബിയുൻ ഫി കേരള, കേരളീയനായ മലയാളിയായ ആദ്യത്തെ അറബി കവി അബൂബക്കർ ശാലിയാത്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മുഅല്ലഫാത്ത് അൽ വറദത്തു ദക്കിയയാണ്. അതാണ് അവ്വലു ഷിഅറുൻ അറബിയുൻ ലി അഹ്ലി കേരള, കേരളീയനായ ഒരാൾ എഴുതിയ ആദ്യത്തെ അറബി കവിത അൽ വറദത്തു ദക്കിയയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേറെ ഒരു അറബി കവിതയുണ്ട്. അത് റാഹത്തുൽ ഫുആദ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കൂടെ ഞാൻ പല പോയിൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിച്ച് സമയം കളയാത്തത്. രണ്ടാമത് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കണം നിങ്ങൾ, PSCക്ക് നിരന്തരം ചോദിക്കുന്ന സിലബസിൽ ഉൾപ്പെട്ട PYQയിൽ ഉൾപ്പെട്ട ആളാണ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. 2 സൈനുദ്ദീൻ മഖ്ദൂമാരാണ് നമുക്ക് സിലബസിലുള്ളത്, കബീറും സഗീറും. അതാദ്യമേ നമ്മൾ മനസ്സിലാക്കണം. സൈനുദ്ദീൻ മഖ്ദൂം കബീർ 1466 ജനിക്കുകയും 1521 മരണപ്പെട്ടു പോകുന്നത്. കൊച്ചിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്, പൊന്നാനിയിലാണ് മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ അലിയുബ്നു അഹ്മദാണ്. അദ്ദേഹമാണ് ആദ്യമായിക്കൊണ്ട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച കേരളീയനായ ആൾ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ ഒരു കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്ന് ആദ്യമായി അസ്ഹറിൽ പോയി പഠിച്ചത് അദ്ദേഹമാണ്. ബന മസ്ജിദു ജാമിഉൽ കബീർ ഫി പൊന്നാനി, അദ്ദേഹം പൊന്നാനിയിൽ നിർമ്മിച്ച പള്ളിയാണ് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി. പൊന്നാനി എന്ന നഗരത്തെക്കുറിച്ച് PSCക്ക് ചോദിക്കാറുണ്ട് ചില ചോദ്യങ്ങൾ. പൊന്നാനി എന്ന നഗരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മക്കത്തു കൈരള, കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്നു. അതേപോലെ മക്കത്തുൻ സ്വഗീറത്തുൻ, ചെറിയ മക്ക
എന്നൊക്കെ അറിയപ്പെടുന്നത് പൊന്നാനി എന്ന് പറയുന്ന ഈ ഒരു നഗരമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മുഅല്ലഫാത്തുകൾ നമുക്ക് നോക്കാം. മുർഷിദുത്തുല്ലാബ് വിഷയം തസവുഫാണ്. സിറാജുൽ ഖുലൂബ് വിഷയം തസവുഫ് തന്നെയാണ്, സൂഫിസമാണ് വിഷയം. സിറാജുൽ ഖുലൂബ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കിഫായത്തുൽ ഫറായിൽ എന്ന കൃതിയിൽ പറയുന്നത് ഫിഖ്ഹാണ് എന്ന് പറയുമ്പോൾ അനന്തരാവകാശത്തിൻ്റെ ഫറായിലിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് കിഫായത്തുൽ ഫറായിൽ എന്ന പുസ്തകത്തിൽ പറയുന്നത്. അതും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചതാണ്. ഹിദായത്തുൽ അദ്കിയ എന്ന ഒരു കവിത അദ്ദേഹത്തിനുണ്ട്, അത് തസവുഫാണ് അതിൻ്റെ വിഷയം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങളിൽ വരുന്നത് തഹ്രീദു അഹ്ലുൽ ഈമാൻ അല ജിഹാദി അബ്ദത്തു സ്വൽബാൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ഖസീദയാണ്, അദ്ദേഹത്തിൻ്റെ കവിത ഒരു നീണ്ട കവിതയാണ് അത്. വളരെ സുന്ദരമായിട്ടുള്ള വരികളാണ് അതിലുള്ളത്. അദ്ദേഹം ഇവിടുത്തെ ബുർത്തുഗാലിയീൻ, ഇവിടുത്തെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി മുസ്ലിമീങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് തഹ്രീദു അഹ്ലുൽ ഈമാൻ അദ്ദേഹം രചിക്കുന്നത്. ഇത് അദബുൽ മുഖാവമയുടെ ഭാഗമാണ്. അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ പ്രതിരോധ സാഹിത്യം. ഒരു നാട്ടിലെ സാഹിത്യകാരന്മാർ അവിടുത്തെ അധിനിവേശ ശക്തികൾക്കെതിരെ എഴുതുന്ന സാഹിത്യമാണ് അദബുൽ മുഖാവമ എന്ന് പറയുന്നത്. കവിതയാവാം, പുസ്തകമാവാം, ഖുത്തുബകളാവാം, ഒക്കെ അദബുൽ മുഖാവമയിലുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയും പോർച്ചുഗീസുകാർക്കെതിരെയുമാണ് കാര്യമായിട്ട് പ്രതിരോധ സാഹിത്യം അദബുൽ മുഖാവമ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സാഹിത്യകാരന്മാരും ജീവിച്ചത് ഏത് അധിനിവേശ ശക്തികളുടെ കാലത്താണ് എന്നുള്ളത് ഓർമ്മ വേണം. കാരണം സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ ഒരു കൃതി കാണുമ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, തഹ്രീദു അഹ്ലുൽ ഈമാൻ ആർക്കെതിരെ എഴുതിയതാണ് എന്ന ചോദ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് ഓപ്ഷനിലുണ്ടാവും, പോർച്ചുഗീസുകാർക്കെതിരെ എന്ന് ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഓർമ്മ വേണം, സൈനുദ്ദീൻ മഖ്ദൂം ജീവിച്ച കാലം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ കാലമാണ്. അതുകൊണ്ട് അതിന് ഉത്തരം പോർച്ചുഗീസുകാർക്കെതിരെയാണ് എഴുതിയത് എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ തഹ്രീദു അഹ്ലുൽ ഈമാൻ അല ജിഹാദി അബ്ദത്തു സ്വൽബാൻ അത് കവിതയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് നിരന്തരം പരീക്ഷയിൽ കാണാവുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ. സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ മകൻ്റെ മകനാണ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. 1531 ജനിക്കുകയും 1583 മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹം ജനിക്കുന്നത് കണ്ണൂർ ജില്ലയുടെയൊക്കെ ഒരു ടെറിറ്ററി ആയിട്ടുള്ള മാഹിയിലെ ചോമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചോമ്പാൽ ഒരു മനോഹരമായ സ്ഥലമാണ്, അവിടെ ഹാർബറൊക്കെ ഉണ്ട്. ചോമ്പാലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹുവ ആലിമുൻ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. വ മുഅർരിഖുൻ, ചരിത്രകാരനാണ്. വ ഫഖീഹുൻ, ഫിഖ് പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഖത്തീബുൻ, അദ്ദേഹം പ്രാസംഗികനാണ്. അദ്ദേഹം സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ പേരമകനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. കാന മുദർരിസൻ ഫി മസ്ജിദു അൽ ജാമിയ. അദ്ദേഹം തൻ്റെ വല്യുപ്പയായ സൈനുദ്ദീൻ മഖ്ദൂം കബീർ ഉണ്ടാക്കിയ വലിയ ജുമാഅത്ത് പള്ളിയിൽ 36 വർഷത്തോളം അദ്ദേഹം അവിടുത്തെ മുദർരിസായിക്കൊണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ദർസ് ക്ലാസ് എടുക്കുന്ന അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിൻ്റെ പുസ്തക രചനകൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് പല രൂപത്തിൽ ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഖുറത്തുൽ ഐൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഗ്രന്ഥമാണ് ഖുറത്തുൽ ഐൻ. ഖുറത്തുൽ ഐൻ കിതാബുൻ ഫിഖ്ഹിയുൻ, അത് ഫിഖ്ഹി ഗ്രന്ഥമാണ്, അതായത് കർമ്മശാസ്ത്രത്തിലാണ് ആ ഗ്രന്ഥത്തിൻ്റെ വിഷയം, കർമ്മശാസ്ത്രമാണ്. അല മദ്ഹബി ഇമാം അഷ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥം ഫോളോ ചെയ്യുന്ന മദ്ഹബ് അത് ഇമാം ഷാഫിഈയുടെ മദ്ഹബാണ്. രണ്ടാമത്തെ ഒരു ഗ്രന്ഥമാണ് അൽ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം. അൽ ഫത്ഹുൽ മുഈൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം ഒരു ഫിഖ്ഹി ഗ്രന്ഥമാണ്. ഇമാം ഷാഫിഈയുടെ ഫിഖ് പ്രകാരമുള്ള ഒരു ഫിഖ്ഹി ഗ്രന്ഥമാണ്, കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം. മാത്രമല്ല ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഷറഹാണ്, വിശദീകരണമാണ് ഫത്ഹുൽ മുഈൻ. അദ്ദേഹം ആദ്യം എഴുതിയ ഖുറത്തുൽ ഐനിൻ്റെ വിശദീകരണമാണ് ഫത്ഹുൽ മുഈൻ. ഇത് ഒരു തവണ കേട്ടറ്റിനൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ വേറെ ഒരു കൃതിയാണ്
ഇർഷാദുൽ ഇബാദ് ഫി സബീലി റഷാദ് എന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം കുറേ നസാഇഹ് ഉപദേശങ്ങളാണ് പറയുന്നത്. വേറെ ഒരു കൃതിയാണ് അൽ ഫതാവ അൽ ഹിന്ദിയ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, ഒരു പുസ്തകമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅളി അഖ്ബാരിൽ ബുർത്തുഗാലിയീൻ എന്ന ഗ്രന്ഥം. ഇത് ഒട്ടനവധി തവണ PSCക്ക് ചോദിച്ച ഒരു ഗ്രന്ഥമാണ്. കുറേ വിശേഷണങ്ങൾ ഈ ഗ്രന്ഥത്തിനുണ്ട്. ഈ ഗ്രന്ഥത്തെ പറ്റി വിശദീകരിച്ചു പഠിക്കുവാൻ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സിലബസിൻ്റെ താഴെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് തുഹ്ഫത്തുൽ മുജാഹിദീനെക്കുറിച്ച് പറയുന്നുണ്ട്. പഠിക്കാം, നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യം തുഹ്ഫത്തുൽ മുജാഹിദീൻ്റെ മുഴുവൻ പേര് പഠിക്കണം. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅളി അഖ്ബാരിൽ ബുർത്തുഗാലിയീൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം, മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറയുന്നത് പോരാളികൾക്കൊരു സമ്മാനം. എങ്ങനത്തെ സമ്മാനമാണ്? പോർച്ചുഗീസുകാരുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു സമ്മാനമാണ് പോരാളികൾക്ക് എന്നതാണ് അതിൻ്റെ മലയാള അർത്ഥം. ഇനി അതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിക്കാറുണ്ട്. താരീഖ്, ചരിത്രമാണ് അതിൻ്റെ വിഷയം, ഒന്നെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ അദബുൽ മുഖാവമ, പ്രതിരോധ സാഹിത്യമാണ് അതിൻ്റെ വിഷയം എന്ന് പറയാം. ഇനി ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അവ്വലു കിതാബുൻ സ്വന്നിഫ ഫി താരീഖി കേരള വാഹിദും മിൻ അബിനാഇഹ. ഇങ്ങനെ തന്നെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. കേരളീയനായ ഒരാൾ കേരള ചരിത്രത്തെക്കുറിച്ച് എഴുതുന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആദ്യത്തെ അറബി ഗ്രന്ഥം എന്നല്ല പറഞ്ഞത്. മലയാളവും ഇംഗ്ലീഷും ഏത് ഭാഷ എടുത്തു നോക്കിയാലും കേരള ചരിത്രത്തെക്കുറിച്ച് കേരളീയനായ ഒരാൾ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥം അത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ അത് സമ്മാനമായിട്ട് അദ്ദേഹം നൽകുന്നുണ്ട് ലി സുൽത്താൻ അലി ആദിൽ ഷാ. ഇന്ത്യയുടെ വേറൊരു ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു രാജാവാണ് അലി ആദിൽ ഷാ എന്ന ഒരു രാജാവ്, മുസ്ലിം രാജാവാണ്. അന്ന് ഇന്ത്യയിൽ മുസ്ലിം രാജവംശമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വേറൊരു ഭാഗത്തുള്ള ഒരു നാട്ടുരാജാവായിട്ടുള്ള സുൽത്താൻ അലി ആദിൽ ഷാക്ക് സമ്മാനമായിട്ടാണ് ഈ ഗ്രന്ഥം നൽകിയത്. എന്തിനാണ് അങ്ങനെ നൽകുന്നത്? ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത്. തറജമ ഇലൽ ഇംഗ്ലീസിയ, ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് MJ റൊണാൾഡ്സൺ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആളെക്കുറിച്ച് പറയുകയാണ് അൽ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ കാലിക്കോത്തി. ഖാദി മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നമ്മൾ ഒന്നാമത് പഠിച്ച അബൂബക്കർ ഷാലിയാത്തിയുടെ പേരമകനാണ് ഖാദി മുഹമ്മദ്. അപ്പോൾ നമ്മൾ 4 ആളുകളെ ഇവിടെ പഠിച്ചു. ഈ 4 ആളുകളും തമ്മിൽ ബന്ധമുണ്ട്. അബൂബക്കർ ഷാലിയാത്തിയുടെ പേരമകനാണ് ഖാദി മുഹമ്മദ്. അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ പേരമകനാണ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ. ഈ 4 ആളുകളും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഖാദി മുഹമ്മദ് ജനിച്ചത് 1577 കോഴിക്കോടാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് ഖാദി അബ്ദുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ വല്യുപ്പയാണ് അബൂബക്കർ ഷാലിയാത്തി. ഇനി ഖാദി മുഹമ്മദിൻ്റെ ജീവചരിത്രം നമുക്ക് വല്ലാണ്ട് ആവശ്യമില്ല. ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നിന്നാണ്. ഖാദി മുഹമ്മദിൻ്റെ മുഅല്ലഫാത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൽ ഫത്ഹുൽ മുബീൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കൃതിയാണ് അൽ ഫത്ഹുൽ മുബീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അൽ ഫത്ഹുൽ മുബീൻ ഒരു കവിതയാണ്, ഷഅരിയുൻ. അത് കവിതാ രൂപത്തിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. അൽ ഫത്ഹുൽ മുബീൻ ലിസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിയുടെ ഒരു വലിയ വിജയം. അങ്ങനെയാണ് പിന്നെ ആ കവിതയുടെ അർത്ഥമായിട്ട് വരുന്നത്, മുഴുവൻ പേരായിട്ട് വരുന്നത് അൽ ഫത്ഹുൽ മുബീൻ ലിസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ. അതിൻ്റെ വിഷയം, ഈ ഒരു കവിതയുടെ, ഈ ഒരു മന്ദൂമയുടെ വിഷയം അദബുൽ മുഖാവമയാണ്, പ്രതിരോധ സാഹിത്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫത്ഹു ഖൽഅത്തു ചാലിയം, കോഴിക്കോട്ടെ ചാലിയത്തുള്ള ചാലിയം കോട്ട. ആ ചാലിയം കോട്ട പിന്നെ പോർച്ചുഗീസുകാർ പിടിച്ചടക്കുന്നുണ്ട്. അതിനുശേഷം സാമൂതിരിയുടെ സൈന്യവും കുഞ്ഞാലിമരക്കാരുമൊക്കെ ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരുടെ അടുത്തു നിന്നും അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെക്കുറിച്ചാണ്, ആ ഒരു വിജയത്തെക്കുറിച്ചാണ് ഫത്ഹുൽ മുബീനിൽ അദ്ദേഹം പറയുന്നത്. അപ്പം മാറിപ്പോവരുത്, ഫത്ഹുൽ മുബീനും ഫത്ഹുൽ മുഈനും തമ്മിൽ മാറിപ്പോവരുത്. ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വലിയ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ വിജയത്തെക്കുറിച്ചാണ്,
ചാലിയം കോട്ടയുടെ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. അൽ ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ അത് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിൻ്റെ ഒരു ഗ്രന്ഥമാണ്, ഫിഖ്ഹി ഗ്രന്ഥമാണ്. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരുപാട് മുസ്ലിമീങ്ങൾ പിന്തുടരുന്ന ഒരു പവിത്രമായിട്ടുള്ള ഒരു ഫിഖ്ഹി ഗ്രന്ഥമാണ് അൽ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം. എന്നാൽ ഫത്ഹുൽ മുബീൻ ആവട്ടെ അത് ഒരു അദബുൽ മുഖാവമയിൽപ്പെട്ട, പ്രതിരോധ സാഹിത്യത്തിൽപ്പെട്ട ഒരു കവിതയാണ്. രണ്ടും മാറിപ്പോവരുത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ നോക്കാം. മഖാസിദുൻ നിക്കാഹ്, ഖസീദ അൻ അഹ്കാമി സിവാജ്, നിക്കാഹിൻ്റെ, കല്യാണത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമൊക്കെ പറയുന്ന ഒരു കവിതയാണ് മഖാസിദുൻ നിക്കാഹ്. വേറെ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ഇലാക്കം അയ്യുഹൽ ഇൻസാൻ. അത് ഒന്നാമത്തെ വരിയാണ്. ആ ഖസീദയുടെ ഒന്നാമത്തെ വരിയാണ് ഇലാക്കം അയ്യുഹൽ ഇൻസാൻ. അത് ഒരു കവിതയാണ്. അതിൽ അടങ്ങിയിട്ടുള്ളത് നസാഇഹ്, ഉപദേശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ മലയാളികൾക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് മുഹയുദ്ദീൻ മാല. ഈ മുഹയുദ്ദീൻ മാല രചിച്ചത് ഖാദി മുഹമ്മദാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദബുൽ മുഖാവമയിൽപ്പെട്ട ഒരു ഖുതുബയാണ് അൽ ഖുതുബത്തുൽ ജിഹാദിയ. അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഖുതുബകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇറക്കിയ ഒരു പുസ്തകമാണ് അൽ ഖുതുബത്തുൽ ജിഹാദിയ. ഇനി അദ്ദേഹത്തിന് അത്ര ഫേമസ് ആവാത്ത കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ ഉണ്ട്, അത്ര അത്യാവശ്യമല്ല. അതിൽ ഒന്നാണ് അൽ ഫറായിദുൽ മുൽത്തഖിദ് എന്ന ഗ്രന്ഥം. അത് ചോദിക്കാനൊന്നും സാധ്യതയില്ല. എന്നിരുന്നാലും ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അൽ ഫത്ഹുൽ മുബീനാണ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ അഞ്ചാമത്തെ ആളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് അബൂബക്കർ ഷാലിയാത്തി, സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സ്വഗീർ, ഖാദി മുഹമ്മദ്, ഇത്രയും ആളുകൾ പോർച്ചുഗീസുകാരുടെ കാലത്ത് ജീവിച്ച ആളുകളാണ്. അവരൊക്കെ പോർച്ചുഗീസുകാർക്കെതിരെയാണ് പ്രതിരോധം തീർത്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖാദി ഉമറാണ്. ഖാദി ഉമർ കുറച്ചും കൂടെ കാലം കഴിഞ്ഞ് വന്ന ഒരാളാണ്. ഖാദി ഉമർ വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അപ്പോൾ ഖാദി ഉമർ രചിച്ച കൃതികൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കൃതികളായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1763 അദ്ദേഹം മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1857 അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. വെളിയങ്കോട് ഉമർ ഖാദി എന്നാണ് അദ്ദേഹത്തെ മലയാളത്തിൽ പറയാറുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. ലുഖീബ ഹസ്സാനു മലൈബാർ, കേരളത്തിൻ്റെ ഹസ്സാൻ എന്നറിയപ്പെട്ടത് അദ്ദേഹമാണ്. മലബാറിൻ്റെ ഹസ്സാൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അതിന് കാരണം ലിഖ്സറത്തി മദാഇഹുൻ നബവിയ്യ, അദ്ദേഹം നന്നായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പേര് അദ്ദേഹത്തിന് ഇങ്ങനെ ലഖബ് കിട്ടിയത്. വേറെ ഒരു ലഖബ് അദ്ദേഹത്തിനുണ്ട്. ഇത് അറബികൾ അദ്ദേഹത്തെ വിളിച്ച ഒരു പേരാണ്. ഉമറുൽ ഫഖീർ അൽ മലൈബാരി എന്ന് അദ്ദേഹത്തെ അറബികൾ വിളിച്ചിരുന്നു. ഖാദ ഹറക്കത്തു മൻഉ ദഫ്ഉൽ റൈബ്, ബ്രിട്ടീഷുകാർ നികുതി നിഷേധ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വന്ന സമയത്ത് അതിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം, ഗാന്ധിജിയൊക്കെ നികുതി നിഷേധ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഫേമസ് ആയത്. എന്നാൽ ഗാന്ധിജിയുടെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നികുതി നിഷേധം നയിച്ച ഒരു വ്യക്തിയാണ് ഖാദി ഉമർ. ഖാദ ഹറക്കത്തു മൻഉ ദഫ്ഉൽ റൈബ്, ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം അദ്ദേഹം നയിച്ചു. മിൻ ഖൗലിഹി, അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ലാ ജിബായത്തൻ ലി അർദില്ല, ഇത് അള്ളാൻ്റെ ഭൂമിയാണ്, പടച്ചോൻ്റെ ഭൂമിക്ക് നിങ്ങൾക്ക് കരം തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ടാക്സ് തരേണ്ട ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുത്തിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ ടാക്സ് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് അലവിത്തങ്ങളാണ് പിന്നീട് നൽകിയത്. അത് കുറേ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുകയും ജയിലിലൊക്കെ അടക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ആ പ്രശ്നം തീർത്തത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മമ്പുറം അലവിത്തങ്ങളാണ്. അതൊക്കെ ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കുക. ഇനി ഉമർ ഖാദിയുടെ കുറച്ച് മുഅല്ലഫാത്തുകൾ നോക്കാം. നഫായിസുദ്ദുറർ, മദ്ഹു റസൂലാണ് വിഷയം. മഖാസിദുൻ നിക്കാഹ്, നിക്കാഹിൻ്റെ നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. ഖാദി മുഹമ്മദിനും ഖാദി ഉമറിനും രണ്ടു പേർക്കും മഖാസിദുൻ നിക്കാഹ് എന്ന പേരിൽ കൃതികളുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. മൂന്നാമത്തെ ഒന്ന് അൽ ഖസീദത്തുൽ ഉമരിയ. ഖസീദത്തുൽ ഉമരിയ വളരെ ഫേമസ് ആണ്. ഖാദി ഉമർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് കാണാൻ പോകുന്ന ഒരു സമയമുണ്ട്, ഒരു സംഭവമുണ്ട്.
അന്ന് റൗള ഷെരീഫ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നില്ല, തടയുകയാണ് അദ്ദേഹത്തെ. ആ ഒരു സമയത്ത് അവിടെ കൂടി നിന്ന അറബികളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് അറബിയിൽ കവിത ചൊല്ലുകയാണ്. അതാണ് ഖസീദത്തുൽ ഉമരിയ എന്ന പേരിൽ പിന്നീട് ക്രോഡീകരിച്ചത്. ആ കവിതയുടെ ഒന്നാമത്തെ വരി സ്വല്ലൽ ഇലാഹു എന്ന വാക്ക് വെച്ചാണ് അത് തുടങ്ങുന്നത്. സ്വല്ലൽ ഇലാഹു അലബിനി അബ്ദില്ലാഹിദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമ. അങ്ങനത്തെ കുറച്ച് വരികളാണ് അതിനുള്ളത്. ഒന്നെങ്കിൽ സ്വല്ലൽ ഇലാഹ് ആരാണ് എഴുതിയതെന്ന് ചോദിക്കും, അത് ഉമർ ഖാദിയാണ്. അല്ലെങ്കിൽ ആ വരി മൊത്തം കൊടുത്തിട്ട് ഇത് ആരാണ് എഴുതിയതെന്ന് ചോദിക്കും. അതുമല്ല എങ്കിൽ അൽ ഖസീദത്തുൽ ഉമരിയ ആരതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. മുൻപ് PSCക്ക് വന്ന ചോദ്യമാണ്. മദ്ഹ് റസൂലാണ് അതിൻ്റെ വിഷയം. വേറെ ഒരു അദ്ദേഹത്തിൻ്റെ കവിതയാണ് അർ റിസാലത്തു ഷഅരിയ എന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ. റിസാലത്തു ഷഅരിയ അദബുൽ മുഖാവമയിൽപ്പെട്ട കവിതകളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു കൃതിയാണ് ഉസൂലു ദബഹ്. ദബഹ് എന്ന് പറഞ്ഞാൽ അറവാണ്, നമുക്കറിയാം, ഉലുഹിയത്താണ്. ആ അറവുമായി ബന്ധപ്പെട്ട് ഉലുഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഒരു കൗല്, അദ്ദേഹത്തിൻ്റെ ഒരു വരി നമുക്ക് നോക്കാം. മലയാളവും അറബിയും മിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. വലോ അൽ ഫാമിൻ മുങ്ങി കാക്കച്ചി ഫി ലബനി, 1000 വർഷം കാക്കച്ചി, കാക്ക, ഉറാബ്, പാലിൽ മുങ്ങിക്കുളിച്ചാലും കമാമിസില വെള്ളക്കൊക്ക് ആകൂല ഫി സമനി, ഒരു കാലത്തും വെള്ളക്കൊക്കിനെ പോലെ ആകുവാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സുന്ദരമായ വരികളാണ്. നോക്കൂ നിങ്ങൾ, കാക്കച്ചി, മുങ്ങി, ഇതൊക്കെ മലയാളമാണ്. വെള്ളക്കൊക്ക്, ആകൂല, മലയാളവും അറബിയും മിക്സ് ചെയ്തുകൊണ്ട് രസകരമായ വരികൾ അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വരിയാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വേറൊന്ന് സ്വല്ലൽ ഇലാഹ്, നേരത്തെ ഞാൻ വിശദീകരിച്ചത് തന്നെയാണ്. ഇത് രണ്ടും ഞാൻ വിശദീകരിച്ചതാണ്. ഒന്നുകൂടെ നിങ്ങൾ മനസ്സിൽ അത് ഉറപ്പിക്കുക. അപ്പം ഞാൻ ഉമർ ഖാദിയെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കാലങ്ങൾ മുന്നോട്ട് പോയി 1900 ശേഷം ജനിച്ച മുഹ്യുദ്ദീൻ ആലുവായിയെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. മുഹ്യുദ്ദീൻ ആലുവായി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിച്ച എൻ്റെ ക്യാമ്പസിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. കോഴിക്കോട് റൗളത്തുൽ ഉലൂം അറബിക് കോളേജിൽ അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് റൗളത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള അബുസ്സബാഹ് മൗലവി അദ്ദേഹത്തെ മിസ്രിലേക്ക്, അൽ അസ്ഹറിലേക്ക് അയക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവ് ആയിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തെ നോക്കാം നമുക്ക്. ഒരുപാട് മേഖലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദീബുൻ, മുഅല്ലിമുൻ, കാത്തിബുൻ, മുത്തർജിമുൻ, സഹ്ഫിയുൻ. അദ്ദേഹം സാഹിത്യകാരനും അധ്യാപകനും എഴുത്തുകാരനും ട്രാൻസ്ലേറ്ററും ജേർണലിസ്റ്റുമാണ്. 1925 ജനിക്കുന്നു. 1996 അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹം 1950 ജാമിയത്തു അസ്ഹറിൽ ചേർന്ന് പഠിക്കുന്നത്. ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹമാണ് നമ്മൾ മുമ്പ് കേട്ട ഒരു പോയിൻ്റാണ്. അദ്ദേഹമാണ് തകഴി ശിവശങ്കര പിള്ള എഴുതിയ ചെമ്മീൻ എന്ന് പറയുന്ന മലയാളത്തിലെ നോവൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് മുഹ്യുദ്ദീൻ ആലുവായിയാണ്. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, എല്ലാ ചോദ്യപേപ്പറിലും ഇടം പിടിക്കുന്ന ഒരു പോയിൻ്റാണ് അത്. അതേപോലെ തന്നെ അൽബിറൂനി എഴുതിയ അൽ ഹിന്ദ് എന്ന പുസ്തകം അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. മലയാളത്തിൽ അതിന് പറയുന്ന പേര് അൽബിറൂനി കണ്ട ഇന്ത്യ എന്ന പേരിലാണ് അത് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇനി മുഹ്യുദ്ദീൻ ആലുവായിയെക്കുറിച്ച് കുറച്ചധികം പോയിന്റുകൾ നോക്കാം. ഖാന റഈസു തഹ്രീർ ലി മജല്ലത്തു സൗത്തുൽ ഹിന്ദ്. ഈജിപ്തിലെ ഇന്ത്യൻ എംബസി ഇറക്കുന്ന ഒരു മാഗസിനാണ് സൗത്തുൽ ഹിന്ദ്. അതിൻ്റെ ചീഫ് എഡിറ്ററായിക്കൊണ്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു. 1971 അദ്ദേഹത്തിന് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുന്നത്. ആ ഡോക്ടറേറ്റ് വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറാത്തിഹ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു ഡോക്ടറേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഡോക്ടറേറ്റിനെ പറ്റി ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയാം. അസ്സസ കുല്ലിയത്തു അസ്ഹറുൽ ഉലൂം ഫി ആലുവായി. അദ്ദേഹം അസ്ഹറിൽ നിന്ന്, നമ്മളുടെ ഈജിപ്തിലെ അസ്ഹറിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ആലുവയിൽ അസ്ഹറുൽ ഉലൂം എന്നൊരു സ്ഥാപനം, അറബിക് കോളേജ് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അദബുൽ ഹിന്ദി അൽ മുആസിർ, വളരെ പ്രധാനപ്പെട്ടതാണ്. വേറൊന്ന് അദ്ദേഹത്തിൻ്റെ PhD തിസിസ് ആയിട്ടുള്ള അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറാത്തിഹ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ എന്ന പുസ്തകം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യയിൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ എത്തിയത്, മുസ്ലിമീങ്ങളും അറബികളും തമ്മിലുള്ള ബന്ധം, ഇസ്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് പണ്ട് കാലത്തെ അറബികളും അതേപോലെ ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കച്ചവട ബന്ധത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. നമ്മുടെ PSC സിലബസിൽ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും അവസാനം കൊടുത്ത ഗ്രന്ഥമാണ് അദ്ദഅവത്തുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥം. ഇതിൻ്റെ ഫുൾ പേര് പഠിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ PhD തിസിസ് ആയിരുന്നു എന്നത് പഠിക്കണം. ഇതിൻ്റെ വിഷയം താരീഖു ദുഖൂലുൽ ഇസ്ലാം ഇലൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്ന ആ ചരിത്രമാണ്. അൽ അലാഖാത്തുൽ ഹിന്ദിയ അൽ അറബിയ ഖബ്ല അൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളും ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് അൽ ഇസ്ലാം വൽ ഖളായ അൽ ഇൻസാനിയ, ഇസ്ലാമും മാനുഷിക പ്രശ്നങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മുഹ്യിദ്ദീൻ ആലുവായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് PSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളത്. 27 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റുകൾ കൊണ്ടൊക്കെ നമുക്ക് കേരളത്തിലെ അറബി സാഹിത്യം PSCക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. അത്രയും എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇനി കുറച്ച് എക്സ്ട്രാസ്, ഒരു 3-4 ആളുകൾ മാത്രം കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാം ഇൻഷാ അല്ലാഹ്. അബ്ദുൽ ഖാദർ അൽ ഫൽഫരി എന്നൊരു സാഹിത്യകാരനുണ്ട്. അത് നെറ്റിൻ്റെ സിലബസിലൊക്കെ ഉള്ള ആളാണ്, ചോദ്യങ്ങൾ ചോദിക്കാറില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം നിങ്ങൾ ഓർത്തു വെക്കുക, കിതാബു ജവാഹിറുൽ അഷ്ആർ എന്നൊരു ഗ്രന്ഥം, ജവാഹിറുൽ അഷ്ആർ എന്നൊരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി വേറെ ഒരു അറബി കവിയാണ് മുഹമ്മദ് ബിനു മീറാൻ എന്നൊരു കവിയുണ്ട്. അദ്ദേഹത്തെ പറ്റി കേട്ടതിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ 1913 അദ്ദേഹം ജനിച്ചു. കുറച്ചു കാലമേ ജീവിച്ചുള്ളൂ. ഇവിടെ ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും അദ്ദേഹം പിന്നീട് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോയപ്പോൾ മക്കയിൽ വെച്ച് ഹജ്ജിനിടയിലാണ് അദ്ദേഹം 1950 മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിനൊരു കുനിയത്തുണ്ട്, ഓമനപ്പേര്, അബൂ ലൈല എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അബൂ ലൈല മുഹമ്മദ് ബിനു മീറാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മുഅല്ലഫാത്ത്, ഒരു കൃതിയുണ്ട്, ഒരു കവിതയുണ്ട്, ലൗആത്തുൽ ഫിറാഖ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിത. ആവശ്യമുള്ളവർ മാത്രം നോട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി സാഹിത്യകാരന്മാരെ അവർ ജനിച്ച ഓർഡറിൽ ഒന്ന് പറയുകയാണ്, നോട്ട് ചെയ്ത് വെക്കണം. കുറച്ചധികം ആളുകൾ ഇതിലുണ്ട്. ജനിച്ച ഓർഡർ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. മരിച്ച ഓർഡറും ഏകദേശം ഇത് തന്നെയാണ്. ജനനത്തിൻ്റെ ബേസിലും മരണത്തിൻ്റെ ബേസിലും ഓർഡർ ആക്കിക്കൊണ്ട് ആദ്യം ജനിച്ചതാരാണ്, പിന്നെ ജനിച്ചതാരാണ് എന്നൊരു ഓർഡറിൽ എഴുതാൻ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 2021 UP എക്സാമിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ടായിരുന്നു. കേരളത്തിലെ അറബി സാഹിത്യകാരന്മാരെ ഓർഡറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് വന്ന ബുർത്തുഗാലിയീൻ എന്നാണ് പോർച്ചുഗീസുകാർക്ക് പറയുന്ന പേര്. അതുകൊണ്ടാണ് ബുർത്തുഗാൽ, ഓറഞ്ച് എന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് നിറത്തിൽ ഞാൻ അവരെ കൊടുത്തത്. ഒന്നാമത് വന്നത് അബൂബക്കർ ഷാലിയാത്തിയാണ്. അതിനുശേഷം ജനിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം കബീർ, അതിനുശേഷം സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ, അതിനുശേഷം ഖാലി മുഹമ്മദ്, പിന്നെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്ന ആളുകളാണ് അലവി തങ്ങൾ ഏറ്റവും ആദ്യം, അതിനുശേഷം ഖാലി ഉമർ, അതിനുശേഷം ഫളൽ ഇബ്നു അലവി, അതായത് അലവി തങ്ങളുടെ മകനായ ഫളൽ പൂക്കോയ തങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മൊത്തത്തിലുള്ള ഓർഡർ, ഇത് തന്നെയാണ്. അത് ഞാൻ പോയിൻ്റാക്കി പറഞ്ഞു എന്ന് മാത്രം. അലവി തങ്ങൾ, ഖാലി ഉമർ, അതിനുശേഷം ജനിച്ച ആളാണ് ഫളൽ ഇബ്നു അലവി. ഓക്കെ, പിന്നെ അതിനുശേഷം വന്ന ആളാണ് അബ്ദുൽ ഖാദർ അൽ ഫൽഫരി. അതൊന്നും ഒരിക്കലും PSC ചോദിക്കാനൊരു സാധ്യതയുമില്ല. ഫൽഫരിക്ക് ശേഷം വന്ന കുറച്ച്
പിന്നെ അറബി കവികളാണ് മുഹമ്മദ് ഫൈഇ, മുഹമ്മദ് ഫലക്കി, മുഹമ്മദ് മീറാൻ. ഇവരൊക്കെ മലബാറുമായി ബന്ധപ്പെട്ട് ഈ മലബാർ ഏരിയകൾ, മലപ്പുറം ഈ ഭാഗത്തൊക്കെ ജീവിച്ച ആളുകളാണ് ഈ 3 കവികൾ. ഇവരൊക്കെ കുറച്ചു കാലം ജീവിച്ച് കുറച്ച് സംഭാവനകളൊക്കെ പിന്നെ അറബി സാഹിത്യത്തിന് നൽകിയ കേരളത്തിലെ അറബി കവികളാണ്. ചിലപ്പോഴൊക്കെ ചോദ്യങ്ങളിൽ ഇവർ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. താഴെ കൊടുത്തവയിൽ കേരളീയ കവി ആരാണ്, അല്ലെങ്കിൽ കേരളീയ കവികളായിട്ടല്ല അതിൽപ്പെടാത്തത് ആരാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ഓപ്ഷൻസിലൊക്കെ ഇവർ പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനം ജനിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം മരിച്ച ഒരാളാണ് മുഹ്യിദ്ദീൻ ആലുവായി. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് അത്തർത്തീബ് ഹസ്ബൽ മൗലിദ്, ജനനത്തിൻ്റെ പിന്നെ കണക്കിലുള്ള ജനനത്തിൻ്റെ ഓർഡർ, ഇവർ ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഓർഡർ ഇതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ സിലബസിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അൽ അദബുൽ മുഖാവമ എന്നൊരു ഭാഗം. നമ്മുടെ സിലബസിൽ ഏറ്റവും ആദ്യം തന്നെ കൊടുത്ത ഒരു ഭാഗമാണ് അൽ അദബുൽ മുഖാവമ, പ്രതിരോധ സാഹിത്യം. ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വന്ന പോർച്ചുഗീസുകാർക്കെതിരെയും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയും ഒക്കെ ഇവിടുത്തെ അറബി സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ അറബി പണ്ഡിതന്മാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഖുത്തുബകൾ നടത്തിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ്? അവർക്കെതിരെ പടപൊരുതാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം രാജാക്കന്മാരുടെ സഹായമൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ അറബി പണ്ഡിതന്മാർ ഇവിടുത്തെ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതാണ് അദബുൽ മുഖാവമ, പ്രതിരോധ സാഹിത്യം എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഗ്രന്ഥങ്ങളും അതിൻ്റെ ആളുകളെയും നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുമ്പ് നോക്കിയത് തന്നെയാണ്, എന്നിരുന്നാലും ഒരുമിച്ച് നമുക്കൊന്നുകൂടെ പഠിക്കാം. തുഹ്ഫത്തുൽ മുജാഹിദീൻ, അത് സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റേതാണ്, പോർച്ചുഗീസുകാർക്കെതിരെയാണ്. അൽ ഖുത്ബത്തുൽ ജിഹാദിയ, ഖാദി മുഹമ്മദിൻ്റേതാണ്, പോർച്ചുഗീസുകാർക്കെതിരെയാണ്. അസൈഫുൽ ബത്താർ, ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സയ്യിദ് അലവി തങ്ങൾ എഴുതിയിട്ടുള്ള, അലവി തങ്ങളിൻ്റെ പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പിന്നെ അദബുൽ മുഖാവമയിൽപ്പെട്ട ഒരു കൃതിയാണ് അസൈഫുൽ ബത്താർ എന്ന കൃതി. പിന്നെ അത് കേരളത്തിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു കൃതിയാണ്. അത് അദബുൽ മുഖാവമയിൽപ്പെട്ടതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇദ്ദത്തുൽ ഉമറാ വൽ ഹുക്കാം എന്ന ഗ്രന്ഥം അലവി തങ്ങളുടെ മകനായിട്ടുള്ള ഫളൽ ഇബ്നു അലവി, ഫസൽ പൂക്കോയ തങ്ങൾ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നാടുകടത്തുകയാണ്, തുർക്കിയിലേക്ക് നാടുകടത്തി. തുർക്കിയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം അവിടുത്തെ രാജാവായിക്കൊണ്ടൊക്കെ അദ്ദേഹം മാറുന്നുണ്ട്. ഇന്നും അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബറിടമുള്ളത്, മക്ബറയുള്ളത് തുർക്കിയിലാണ്, ഇന്ത്യയിലല്ല എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും പിന്നെ ആദ്യത്തെ 4 തുഹ്ഫത്തുൽ മുജാഹിദീൻ, അൽ ഖുത്ബത്തുൽ ജിഹാദിയ, അസൈഫുൽ ബത്താർ, ഇദ്ദത്തുൽ ഉമറാ വൽ ഹുക്കാം, ഈ 4 ഗ്രന്ഥങ്ങൾ, ഈ 4 നസറാണ്, ഗദ്യസാഹിത്യത്തിൽ വന്ന അദബുൽ മുഖാവമയാണ്. ഗദ്യസാഹിത്യത്തിനാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ ഗ്രന്ഥമാകാം, അല്ലെങ്കിൽ ഖുത്തുബകളാവാം. അപ്പോൾ ഈ 4 ഗദ്യസാഹിത്യമാണ്. അത് ആരൊക്കെയാണ് എഴുതിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ആളുകൾക്കെതിരെയാണ് എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസുകാർക്കെതിരെയാണോ ബ്രിട്ടീഷുകാർക്കെതിരെയാണോ അതും പഠിച്ചു വെക്കണം. ഇനി പറയുന്ന 3 ഷിഅറാണ്, കവിതയാണ്. കവിതയിലുള്ള അദബുൽ മുഖാവമയാണ്. തഹ്രീദു അഹ്ലുൽ ഈമാൻ, അത് മഖ്ദൂം കബീർ എഴുതിയിട്ടുള്ളതാണ്, പോർച്ചുഗീസുകാർക്കെതിരെയാണ്. അൽ ഫത്ഹുൽ മുബീൻ നമ്മൾ നേരത്തെ പഠിച്ചു, ഖാദി മുഹമ്മദ് എഴുതിയതാണ്, കവിതയാണ്, അത് പോർച്ചുഗീസുകാർക്കെതിരെയാണ്. അർ റിസാലത്തു ഷിഅരിയ, നമ്മളുടെ ഉമർ ഖാദി പിന്നെ രചിച്ചതാണ് അർ റിസാലത്തു ഷിഅരിയ, അത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദബുൽ മുഖാവമയിൽപ്പെട്ട ഓരോ കൃതികളും നസറാണോ ഷിഅറാണോ, അത് ആർക്കെതിരെയാണ് എഴുതിയിട്ടുള്ളത്, അത് ആരാണ് എഴുതിയത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദബുൽ മുഖാവമ എന്നൊരു ഹെഡിങ് നമ്മളുടെ സിലബസിലുണ്ട്. ഇതിൽ നമ്മൾ സിലബസിൽ പഠിച്ച ആളുകളുണ്ട്, ഖാദി ഉമറിനെ പോലെ, പിന്നെ ഖാദി മുഹമ്മദിനെ പോലെ, അവരുടെയൊക്കെ കൃതികൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ അതിന് പുറത്ത് സൈഫുൽ ബത്താർ, ഇദ്ദത്തുൽ ഉമറാ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ അറബി സാഹിത്യം
എന്നൊരു ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഒരു സ്ലൈഡും കൂടെ, ഒരു 2 മിനിറ്റും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത്തർജമ അൽ അദബിയ എന്നൊരു ചെറിയൊരു ടോപ്പിക്കുണ്ട്. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയത്. ഒന്നുമില്ല, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ കുറേ പുസ്തകങ്ങളുണ്ട്, 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. അതിൽ ചോദ്യങ്ങളിൽ ഇടം പിടിച്ച ഒരു 10ഓളം പുസ്തകങ്ങളാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ആദ്യമായിക്കൊണ്ട് തകഴി ശിവശങ്കര പിള്ള എഴുതിയിട്ടുള്ള ചെമ്മീൻ നമ്മൾ പലതവണ പഠിച്ചതാണ്. അത് ഷമീൻ എന്ന പേരിൽ അറബിയിലെത്തിച്ചത് മൊഹയുദ്ദീൻ ആലുവായിയാണ്, നമുക്കറിയാം. ഇനി രണ്ടാമതായിക്കൊണ്ട് നമ്മളുടെ കുമാരനാശാൻ എഴുതിയിട്ടുള്ള കവിതയാണ് വീണപൂവ്. വീണപൂവ് അറബിയിലെത്തിച്ചത് അബൂബക്കർ നന്മണ്ടയാണ്, അബൂബക്കർ മൗലവി നന്മണ്ട. അതിന് അറബിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര് അസ്സഹ്റത്തു സാഖിത്ത, വീണപൂവ് എന്ന പേരിൽ തന്നെയാണ് അത് അറബിയിലെത്തിയത്. ഇനി യാ അല്ലാ എന്ന് പറയുന്ന കമലാസുരയ്യയുടെ കവിത അത് അറബിയിലെത്തിച്ചത് മൊയ്തു മൗലവിയാണ്. യാ അല്ലാ എന്ന പേരിൽ തന്നെയാണ് അത് അറബിയിലെത്തിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ ബെന്യാമിൻ എഴുതിയിട്ടുള്ള ആടുജീവിതം എന്ന നോവൽ, പിന്നെ ഇന്നൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ആടുജീവിതം എന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആടുജീവിതം അറബിയിലെത്തിച്ചു. അതേപോലെ തന്നെ 3 വർക്ക് ഞാൻ ഒന്നിച്ച് പറയുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി അറബിയിലെത്തിച്ചതും BM സുഹറയുടെ ഇരുട്ട് എന്ന് പറയുന്ന നോവൽ അതും അറബിയിലെത്തിച്ചത്, ഇത് 3ഉം ചെയ്തത് ഒരേ ഒരാളാണ്, സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി എന്ന അറബി സാഹിത്യകാരനാണ്. കേരളീയനായ നല്ലൊരു അറബി സാഹിത്യകാരനാണ് സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തിലല്ല ജീവിക്കുന്നത്, ഇന്ന് പുറത്താണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനത്തോടു കൂടി കാണുന്ന നമ്മളുടെ പ്രിയങ്കരനായ ആദിർശേരി ഉസ്താദിൻ്റെ മകനാണ് സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. അദ്ദേഹമാണ് ഈ 3 വർക്കുകളും നടത്തിയിട്ടുള്ളത്. ബെന്യാമിൻ്റെ ആടുജീവിതം അയ്യാമുൽ മാഇസ് എന്ന പേരിലും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി റഫീഖത്തു സിബ എന്ന പേരിലും, BM സുഹറയുടെ ഇരുട്ട് തഹ്ത അസ്സമാഇൽ മുദ്ലിമ എന്ന പേരിലുമാണ് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇനി പിന്നെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് വർക്കുകൾ നമുക്ക് നോക്കാം. ദുആ ഉൽ കർവാൻ, ത്വഹ ഹുസൈൻ എഴുതിയിട്ടുള്ള ദുആ ഉൽ കർവാൻ എന്ന നോവൽ അറബിയിലേക്ക് എത്തിച്ചത് പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരിയാണ്. പാതിരാക്കുയിലിൻ്റെ രാഗം എന്ന പേരിലാണ്, പിന്നെ ത്വഹ ഹുസൈനിൻ്റെ ദുആ ഉൽ കർവാൻ മലയാളത്തിലേക്ക് എത്തിച്ചത്, അറബിയിലേക്കല്ല മലയാളത്തിലേക്ക് എത്തിച്ചത് പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരിയാണ്. അത് പാതിരാക്കുയിലിൻ്റെ രാഗം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, മലയാളത്തിലുള്ള ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. പിന്നെ പ്രൊഫസർ P മുഹമ്മദ് കുട്ടശ്ശേരി എന്നത് ഞാൻ പഠിച്ച ഞങ്ങളുടെ റൗദത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ മുന്നേയുള്ള അധ്യാപകനാണ്, അവിടുത്തെ മുൻപേയുള്ള പ്രിൻസിപ്പലാണ് അദ്ദേഹം. അതേപോലെ തന്നെ പിന്നെ നജീബ് മഹ്ഫൂൾ എഴുതിയ ബൈനൽ ഖസ്റൈൻ എന്നൊരു നോവൽ, അറബി നോവൽ മലയാളത്തിലേക്ക് എത്തിച്ചത് BM സുഹറയാണ്. BM സുഹറ കൊട്ടാരത്തെരുവ് എന്ന പേരിലാണ് ഇത് മലയാളത്തിലേക്ക് എത്തിച്ചത്. നജീബ് മഹ്ഫൂളിൻ്റെ ബൈനൽ ഖസ്റൈൻ മലയാളത്തിലെത്തിച്ചത് BM സുഹറയാണ്. കൊട്ടാരത്തെരുവ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഇത് മുമ്പ് PSCക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി അതേപോലെ തന്നെ മുഅല്ലഖാത്തു സബ, 7 മുഅല്ലഖകൾ, അത് പിന്നെ നമ്മളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ പഠിച്ച മുഅല്ലഖകളാണ്. ആ മുഅല്ലഖകൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് KVM പന്താവൂർ എന്ന് പറയുന്ന ഒരു അറബി ഭാഷാ പണ്ഡിതനാണ്, കേരളത്തിലെ അറബി ഭാഷാ പണ്ഡിതനാണ്. അവസാനമായിക്കൊണ്ട് ഈ അടുത്ത് ഇറങ്ങിയ ജോക്ക ഹാരിസിയുടെ സയ്യിദാത്തുൽ ഖമർ എന്നൊരു നോവലുണ്ട്, ബുക്കർ പ്രൈസൊക്കെ നേടിയ നോവലാണ്. ആ നോവല് മലയാളത്തിലേക്ക് എത്തിച്ചത് ഇബ്രാഹിം ബാദുഷയാണ്. നിലാവിൻ്റെ പെണ്ണുങ്ങൾ എന്ന പേരിലാണ് മലയാളത്തിൽ അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് വർക്കുകൾ പിന്നെ നിലവിൽ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട PSCയിലൊക്കെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് വർക്കുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ കേരളത്തിലെ കുറച്ച് അറബി സാഹിത്യകാരന്മാരാണ്. അതിൻ്റെ കൂടെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളും നമ്മൾ പഠിച്ചു.
എക്സ്ട്രാസ് ആയിക്കൊണ്ട് അദബുൽ മുഖാവമയും തർജമയും ട്രാൻസ്ലേഷൻ വർക്കുകളും നമ്മൾ നോക്കി. അപ്പോൾ അദബുൽ അറബി അൽ ഹിന്ദി ഇൻഡോ അറബ് ലിറ്ററേച്ചർ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ ഡിസ്കഷനാണ് നടത്തിയത്. രണ്ടാമത്തെ ഭാഗത്ത് ഇന്ത്യയിലെ സാഹിത്യകാരന്മാരെയാണ് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് കേരളത്തിലെ അറബി സാഹിത്യകാരന്മാരെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അതിൻ്റെയൊക്കെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ള ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഡോ അറബ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇൻഡോ അറബിന് വേറെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ കുത്തിരുന്ന് പഠിക്കണമെന്നില്ല. ഈ ഒരു 45 മിനിറ്റും കഴിഞ്ഞ സെഷനിൽ ഒരു 50 മിനിറ്റും PYQ ഡിസ്കഷനും ഈ ഒരു 2 മണിക്കൂർ ഏകദേശം ഒരു 2 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇൻഡോ അറബ് അങ്ങോട്ട് പൂർത്തിയാക്കാം. ഇത്ര മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മെയ് 8 പോകുന്ന പരീക്ഷയ്ക്ക് ഇൻഡോ അറബിൽ നിന്ന് മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ സഹായിക്കുന്ന ആളുകളുണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ നമ്മളുടെ ചാനൽ അറിയാത്ത നമ്മളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, PSC പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസ് നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. കുറേ ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ആളുകളുണ്ട്, ഈവൻ എൻ്റെ വൈഫിനോട് പോലും എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുന്നു. ഓക്കെ, ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിനി ഏത് ക്ലാസ്സാണ് ആദ്യം വേണ്ടത് എന്നത് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഞാൻ വിചാരിക്കുന്നത് ജനറലിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതേപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഉടനെ തന്നെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലൈല സഈദ ശുക്രൻ ലക്കും ലിഹുസ്നി ഇസ്തിമാഇക്കും വതആവുനിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.